ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമുക്കിന്ന് ഉണക്കമീൻ കൊണ്ട് നല്ല അടിപൊളി ഒരു അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ചുമന്നുള്ളി നീളത്തിലരിഞ്ഞതും 3 പച്ചമുളക് കീറിയതും ഇട്ട് അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ ആവശ്യത്തിന് ഒരു ഇച്ചിരി ഉപ്പ്, ഉണക്കമീനിൽ ഉപ്പുള്ളതുകൊണ്ട് ആദ്യം ഒത്തിരി ഉപ്പിടരുത്. അപ്പോൾ ആ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ഞെരടി യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ ഞെരടണം. ആ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ഇങ്ങനെ കുഴഞ്ഞ് പരുവത്തി കിട്ടണമെന്ന്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഈ ചുമന്നുള്ളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. ചതച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ, പക്ഷേ ഞാനിങ്ങനെ ഇട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ഉരുളൻകിഴങ്ങ്, നല്ല വലിയ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നീളത്തിന് അവിയലിന് അരിയുന്നതിൻ്റെ കൂട്ട് തന്നെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിട്ട് കൊടുക്കാം. ഒരു പകുതി മാങ്ങ, ഭയങ്കര പുളിമാങ്ങ അല്ല കേട്ടോ, ആവശ്യത്തിനുള്ള പുളിപ്പുള്ള അപ്പം നല്ല പകുതി മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുരിങ്ങയ്ക്കായും കൂടെ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1-1.5 ആവാം, പക്ഷേ 1 സ്പൂൺ മതി. എന്തെന്നറിയാമോ, വീണ്ടും ലാസ്റ്റ് നമുക്കിതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിന് ഒരിച്ചിരി വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഒരിച്ചിരി, മാങ്ങയ്ക്കൊന്നും വലിയ വേവില്ല, പെട്ടെന്ന് വേവുന്ന ഐറ്റം തന്നെ ഇതല്ല. അപ്പോൾ നമുക്ക് ഒരിച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇച്ചിരിയേ വെള്ളം ഒഴിക്കാവും, ഒരു 1/4 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് സ്റ്റൗ കത്തിച്ച് ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കിതിനായിട്ടൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്കൊരു 4 പച്ചമുളക്, അത് നമുക്ക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം, പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേക്കിനി നമ്മൾ നേരത്തെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ, അപ്പം വീണ്ടും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 ചുമന്നുള്ളി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. ഒരു 1-1.5 കൈപ്പിടിയോളം തേങ്ങ നമുക്കിതിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനാവശ്യത്തിന് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ചൂടാ നെത്തോലി എന്നൊക്കെ പറയത്തില്ല, ആ ഉണക്കല. പക്ഷേ അതിനേക്കാളും നല്ലതാണ് ഉലുവ മീൻ എടുക്കാം, അതുപോലെ കരിഞ്ചാള മത്തി എടുക്കാം, അതുപോലെ തന്നെ നമ്മൾ വാള എന്നൊക്കെ പറയുന്നില്ലേ, ആ ഉണക്കലും എടുക്കാം കേട്ടോ. അതൊക്കെ ഏറ്റവും നല്ല രുചിയാണ്. അപ്പോൾ വാളയാണ് ഇടുന്നതെങ്കിൽ നമ്മൾ ഏത്തക്കായ ചേർക്കുന്നത് നല്ലതായിരിക്കും, അതിന് പ്രത്യേക ഒരു രുചിയാണ്. അപ്പോൾ ഞാനിതാ ഈ അരപ്പ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അവിയലിൻ്റെ പരുവത്തിന്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മാങ്ങാണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഉണക്കമീനിലും മീൻകറി നമ്മൾ വെക്കത്തില്ല, പച്ച മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ മാങ്ങാണ്ടി ഇത് ഉണക്കങ്ങ് വെച്ച് കൊടുത്തിട്ട് അത് നല്ലപോലെ വേവിച്ച് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മളിതെടുത്ത് കഴിക്കണം കേട്ടോ. ഒന്ന് നിങ്ങളങ്ങനെ കഴിച്ച് നോക്കുന്നവരുണ്ടെങ്കിൽ പറയണേ, ഇല്ലാത്തവരുണ്ടെന്ന് കഴിച്ച് നോക്കണം. അതിൻ്റെ ഒരു രുചിയെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല. അപ്പോൾ എനിക്കങ്ങനെ കഴിക്കുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആ മാങ്ങാണ്ടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കളയത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്ക ചൂടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ജാറ് കഴുകി ഒരു ഇച്ചിരി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഒഴിച്ച് കുഴച്ചെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇനി നല്ലപോലെ ഒന്ന് ആവി കയറി ഒരു 5 മിനിറ്റൊക്കെ കഴിയട്ടെ. നല്ലപോലെ ഒന്ന് ആവി കയറി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് നോക്കിയിട്ടില്ലാത്തത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ പുളിയോ എന്തോ വേണമെന്ന് വെച്ചാൽ ഈ സമയത്ത് നമുക്ക് നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ മാങ്ങാണ്ടി ഇങ്ങനെ ഇന്ന് കഴിക്കാൻ കൊള്ളത്തില്ല, പിറ്റേ ദിവസം. ഇതിപ്പോൾ ഇന്നാണ് നമ്മൾ വെക്കുന്നത്, ഇത് ഇന്ന് എടുത്ത വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് വെക്കുവാണെങ്കിൽ നാളെ എടുത്ത് കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കി, സകലം ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് വെള്ളം കൂടെ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉണക്കമീൻ ഒത്തിരി സമയം വെള്ളത്തിൽ ഇട്ട് കഴുകിയതാണ്, അപ്പോൾ ആ ഉപ്പിൻ്റെ അംശമെല്ലാം അങ്ങ് പോയി കേട്ടോ, ഉണക്കലിൽ ഉപ്പില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ അവിയൽ ഇങ്ങനെ പരുവായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അവിയൽ നല്ല പരുവത്തിന് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മണവാണ്. ഉലുവ ചേർക്കാൻ മറന്നു പോകരുത്. ഞാൻ ഉലുവ ആദ്യം ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. രണ്ടാമത് ഞാൻ പൊടിച്ചതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
പൊടിക്കാത്തതാണെങ്കിൽ ആദ്യം തന്നെ ഒന്നി പൊടിച്ചിടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആദ്യം നമ്മൾ അത് അവിയലിന് അരയ്ക്കുന്ന സമയത്ത് തന്നെ അത് പൊടിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ ഒന്നുകൂടെ ഒരു 2 മിനിറ്റ് കൂടെ നമ്മൾ അടച്ച് വെച്ച് ഇതാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ഒരു ഉണക്കമീൻ അവിയലാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തേക്കണം. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരും ഉണ്ടാവാം, ഇല്ലാത്തവരും ഉണ്ടാകാം. അപ്പോൾ ഇല്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. ബൈ.